ശ്രീ എ എം ഷിനാസ് ഇവിടെ ഇപ്പം അങ്ങ് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഒരു പക്ഷേ അവിടുത്തെ ഭരണവ്യവസ്ഥയടക്കം മാറാം, റിജീം ചേഞ്ച് ഉണ്ടാകാം എന്നത് അങ്ങനെയൊക്കെ ഇസ്രായേൽ കാണുന്നു, അല്ലെങ്കിൽ നെതന്യാഹു അങ്ങനെ ആഹ്വാനം തുടർച്ചയായി നൽകുന്നു എന്ന്. അത് അസാധ്യമാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. നയതന്ത്ര വിദഗ്ധരടക്കം അത് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇസ്ലാമിക് റവല്യൂഷൻ്റെയൊക്കെ വേരുകൾ അത്ര ശക്തമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എളുപ്പമല്ല എന്ന്. പക്ഷെ അപ്പോഴും ചില ചോദ്യങ്ങൾ ഉയരുന്നില്ലേ? ഈ ഖമനേയിയുടെ മൂക്കിന് താഴെ എത്ര പ്രധാനികളാണ് വധിക്കപ്പെടുന്നത്? ഇപ്പോൾ ഈ അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ കഴിയുന്നത് പോലും മൊസാദിന് അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് എന്ന വിവരങ്ങളുമുണ്ടല്ലോ. ഇപ്പോൾ 2000-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ. എന്നിട്ടും അവിടെ പോയി ഇത്ര ശക്തമായ ആക്രമണം നടത്താൻ എങ്ങനെ കഴിയുന്നു? ഇതെല്ലാം ആ ഭരണ സംവിധാനത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് ഖമനേയിയുടെ ഈ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, പിന്നെ ഈ ഉപരോധങ്ങളുടെയൊക്കെ സാഹചര്യം ഇതെല്ലാം ചേർന്ന് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ്? കൂടാതെ ഇവിടെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അറബ് രാജ്യങ്ങൾക്ക് ഇറാനോടുള്ള ഇരട്ടത്താപ്പ്. ഇസ്രായേൽ ഒരർത്ഥത്തിൽ ഇറാനെ ആണവ നിർവ്യാപനത്തിലേക്ക് നിർബന്ധിക്കുന്നതിൽ അകമേ സന്തോഷിക്കുന്നവരാകും ഈ അറബ് രാജ്യങ്ങൾ. അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു വൻ ശക്തിയായി ഇറാൻ വരാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്ന ഗൂഢോദ്ദേശവും ഈ ഇറാന്റെ പരമാധികാരത്തെ വരും നാടുകളിൽ വെല്ലുവിളിക്കുന്ന രൂപത്തിലാകുമോ? വേണു പറഞ്ഞ ആദ്യ കാര്യത്തിലേക്ക്, ഭരണമാറ്റം അത് നെതന്യാഹു ആഹ്വാനം ചെയ്തതാണ്. ഇതാണ് തക്ക സമയം ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള ഇറാനിയൻ ജനതയോട് ഈ മർദ്ദക വാഴ്ചയിൽ നിന്ന് നിങ്ങൾ മോചിതരാവൂ എന്നൊക്കെയുള്ള ആഹ്വാനമുണ്ടായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചു ഈ ആണവ കേന്ദ്രങ്ങളെ, സൈനിക കേന്ദ്രങ്ങളെ, ഏറ്റവും പരമോന്നതരായിട്ടുള്ള സൈനിക കമാൻഡർമാരെ ഒക്കെ ആക്രമിക്കുമ്പോൾ പിന്നെ മറ്റൊരാൾ കൊല്ലപ്പെട്ടത് ഈ ആണവ ചർച്ചകൾക്ക് കാർമ്മികത്വം അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ഇറാനിലെ പരമോന്നത നേതാവിന്റെ ഉപദേശകനാണ്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം ഈ ആണവ ചർച്ചകളെ തകിടം മറിക്കുക എന്നത് തന്നെയായിരുന്നു. അത് നടന്നു. ആരെങ്കിലും മസ്തകത്തിൽ തലക്ക് മഹാപ്രഹരമേറ്റിട്ട് ചർച്ച കഴിക്കുന്നു പറഞ്ഞാൽ ഇരിക്കുമോ? ആരും ആത്മാഭിമാനമുള്ള ആരും ഇരിക്കില്ല. ചിലപ്പോൾ ഇറാൻ NPTയിൽ നിന്ന് പിന്മാറിയേക്കാം. NPTയുടെ വ്യവസ്ഥകൾ ഒരു രാജ്യം പാലിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെതായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അത് ആ രാജ്യത്തെ ഡിപ്ലോമാറ്റിക് പ്രഷർ, ആദ്യം ചർച്ചകളുണ്ട്, അതിലൂടെ NPTയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ആ രാജ്യത്തെ നിർബന്ധിക്കുക, അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിന് ലാസ്റ്റ് റിസോർട്ടായിട്ട് വേണമെങ്കിൽ മിലിറ്ററി ആക്ഷനൊക്കെ എടുക്കാം. അത് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുവാദത്തോടെ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇസ്രായേൽ എന്ന ചട്ടമ്പി രാഷ്ട്രം ഒറ്റയടിക്ക് അത് ഇറാഖിൽ 1981 2007 സിറിയയിൽ ഒക്കെ ന്യൂക്ലിയർ പ്ലാന്റ്സ്, അതൊക്കെ പ്രാഗ് രൂപത്തിലുള്ളതാണ്. അപ്പോൾ നേരത്തെ വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ന്യൂക്ലിയർ പ്ലാന്റ്സ് അത് സിവിലിയൻ ആവശ്യങ്ങൾക്കാവട്ടെ, ഇനിയിപ്പോൾ സൈനിക ആവശ്യങ്ങൾക്ക് തന്നെ ആവട്ടെ, ആ സിവിലിയൻ പ്ലാന്റ്സിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ അണ്വായുധാക്രമണത്തിന് തുല്യമാണ്. അത് പ്രകൃതിക്കും മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ മഹാദുരന്തം ഏൽപ്പിക്കുന്ന സംഭവമാണ്. മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണ് വാസ്തവത്തിൽ. അതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം, അമേരിക്ക, യൂറോപ്പ് ഒന്നും വേണ്ടിയില്ലല്ലോ. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാവുക. അപ്പോൾ ഇറാനിലെ 1970കളുടെ അന്ത്യം തൊട്ടുള്ള ഭരണകൂടത്തോട് വിപ്രതിപത്തിയുള്ള, അനിഷ്ടമുള്ള, രസക്കേടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ എന്ന രാഷ്ട്ര സ്വത്വത്തിന്റെ പരമാധികാരം, ഭൂശാസ്ത്രപരമായ അഖണ്ഡത, ഇതൊക്കെയാണ് വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിയൻ ജനത ഈ ഇസ്രായേലിന് അപ്രതിരോധ്യമായ വ്യോമ ശക്തിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ശരി, ഇസ്രായേലിന്റെ ഈ എയർ സ്ട്രൈക്ക് ഒക്കെ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ട സിവിലിയൻസ് ആണ്. അപ്പോൾ ഈ വിപ്രതിപത്തിയുള്ള ഇറാൻ ഭരണകൂടത്തോട്, ഇറാനിലെ നിലവിലെ ഭരണകൂടത്തോട് അനിഷ്ടമുള്ള ജനങ്ങൾ കൂടി കൗണ്ടർ പ്രൊഡക്റ്റീവാണ് ഈ ഇസ്രായേൽ എയർ സ്ട്രൈക്ക്. മാത്രമല്ല, മറ്റൊരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള വസ്തുത, ഇറാൻ മനസ്സോടെ എങ്ങാനും
ഞങ്ങൾ സമ്പുഷ്ടീകൃത യുറേനിയം ഞങ്ങൾക്ക് വേണം, പക്ഷേ അത് അണ്വായുധങ്ങളാക്കി മാറ്റില്ല എന്ന് ആ ചർച്ചയിൽ സമ്മതിച്ചാൽ പോലും ഇപ്പോഴുണ്ടായ ഈ ആക്രമണം ഇറാനെ പഠിപ്പിച്ചിരിക്കുന്ന മഹാപാഠം ആണവായുധം തങ്ങൾക്ക് അത്യന്തം അനിവാര്യമാണെന്നാണ്. അങ്ങനെയല്ലേ ഒരു രാഷ്ട്രം കരുതൂ. ഇറാന് ഇപ്പോൾ വെപ്പൺ ഗ്രേഡ് ആയിട്ടുള്ള ഒരു യുറേനിയം ഉണ്ടെന്നാണല്ലോ ഇസ്രായേൽ പറയുന്നത്. ഇറാന് 1 or 2 അണുബോംബുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുമോ? അപ്പൊ ഇസ്രായേലിന് കറക്റ്റായിട്ട് അറിയാം ഇറാന്റെ കൈവശം ഇപ്പോൾ അണ്വായുധങ്ങളില്ല. അണ്വായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്.